കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുള്ള ചിലരിവിടെ വന്നിട്ടുണ്ട്. അവരെ നിർത്തുന്ന ദൈവത്തിനായി സ്തോത്രം. I am with you, brother. I am with you, sister. When the majority are comfort zone Christians, there are some broken people in this church tonight. But I proclaim the good news. You will stand because of God. ഇവിടെ 287 പേര് കാലുകൾ ഉലഞ്ഞപ്പോൾ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടപ്പോൾ ഒരുവൻ നിന്നു. And tonight you will stand just because you have some anchors. Next slide, please. Right waist, the previous one. Right waist. Right waist to respond to storms. 3 things. കൊടുങ്കാറ്റ് വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം? 1. Confess to God that there is a problem. ഇന്നും അനേകർക്ക് മുട്ടിന്മേലിരുന്ന് ദൈവത്തോട് പറയാൻ കഴിഞ്ഞിട്ടില്ല, എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇന്ന് സഭകളിൽ കണ്ണുനീരില്ല. കേട്ടോ? കാരണം കണ്ണുനീര് വരുന്നത് എപ്പോഴാണെന്നറിയാമോ? എന്റെ കുറവ് ഞാൻ മനസ്സിലാക്കി. അപ്പം മുട്ടിന്മേലിരിക്കും. എന്റെ കർത്താവേ, എനിക്കൊരു കുറവുണ്ട്. ദൈവമേ, ഈ മേഖലകളിൽ ഞാൻ വീണ് കിടക്കുക. അപ്പാ, എന്നെ സഹായിക്കണേ. Until I do this, I can't come out of stuff. I think I can manage. എന്തുകൊണ്ടാണ് ആന്റി ഡിപ്രസൻസ് മാക്സിമം സെൽ ചെയ്യുന്നത് ഇവിടെ? Why psychotic medications, psychoanalysis, behavior analysis, everything stotram, but everything has a spiritual root. Until the spiritual reason is corrected, the fruit won't change. I thank God for my fellow doctors, but if the issue is spiritual, only Christ can correct it. കാരണത്തിന് പാപത്തിന് ഒരുവനെ മരിച്ചിട്ടുള്ളൂ, കാൽവരിയിൽ ഒരുവനെ മരിച്ചുള്ളൂ, അവന്റെ പേരാണ് ക്രിസ്തു. We will never find another solution, because in the history of the world nobody died. Christ died for my sins and your sins. Confess your problem. ദൈവത്തോട് പറയണം. It's again connected to prayer. പ്രശ്നങ്ങളുള്ളവർ പ്രാർത്ഥിക്കുമെന്നേ, പ്രശ്നങ്ങളുള്ളവർ മുട്ടിന്മേൽ ഇരിക്കുമെന്നേ, പ്രശ്നങ്ങളുള്ളവർക്ക് പ്രാർത്ഥനയിൽ മടുപ്പ് വരത്തില്ലെന്നേ. That's the only solution through Christ praying. Second point, confront the problem. അനേകർ കരുതുന്നത് എന്താണെന്നറിയാമോ? ലോകം പഠിപ്പിച്ചു കൊടുക്കുന്നത്, you just need to live with it. You just need, brother, you need to live with it. No. Jesus is the answer to all problems. There is not a single thing my God won't answer. എന്റെ യേശുവിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു രോഗവുമില്ല, ഒരു കുടുംബ പ്രശ്നങ്ങളുമില്ല, ഒരു പാപവുമില്ല, ഒരു മദ്യപാനവുമില്ല. എന്തിനും ഉത്തരം യേശു ക്രിസ്തു. I said, എന്തിനും ഏക ഉത്തരം യേശു ക്രിസ്തു. Jesus is the one and only one answer to all my problems. You need to confront it with God. എന്തായിക്കോട്ടെ കൂടെ പറഞ്ഞു. രാത്രിയില് ഏറ്റവും വലിയ രോഗമുണ്ടെങ്കിലും try to see it with God. ഒരാശ്വാസം. കുഞ്ഞുങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവർ വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ തന്ന ദൈവത്തിന്റെ കരത്തിൽ കൊടുക്കൊരു വിടുതലുണ്ടെന്ന്. I want to hold your hands and let you know. Please, I don't know who is. Mommy, Papa, Daddy, there is an answer because Jesus is alive tonight. I want
സമൂഹം പറയുന്നതല്ല, ദൈവം പറയുന്നത് വിശ്വസിക്കും. വിടുതലുണ്ട്, യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്. I don't know, somebody has family problems. Don't give up. God can change your husband, your wife. കടഭാരമുള്ളവർ, don't give up. Let's pray. God will bring a breakthrough. He's a victorious God. But confess and confront. Confess and confront. Confrontation of sin is not easy, but you need to do that. Third thing, claim a promise. For every problem you have, God has an equivalent solution through the word of God. നിങ്ങൾക്ക് ഇന്നുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവത്തിന്റെ ഒരു പരിഹാരം ദൈവം തന്നിട്ടുണ്ട്. അത് ദൈവത്തിന്റെ വചനത്തിലാണ്. അതൊന്ന് കണ്ടുപിടിക്കണം ഇന്ന് രാത്രിയിൽ. രോഗമുണ്ട്, പക്ഷെ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. യെശയ്യാവ് 53:4-5 വാക്യങ്ങൾ പറയുന്നു, അവന്റെ അടിപ്പിണരാലെ എനിക്ക് സൗഖ്യമുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദൈവമാ. അവൻ മഹാശക്തിമാനാണ്. അവന്റെ നാമത്തിൽ അത്ഭുതങ്ങളുണ്ട്. അവന്റെ നാമത്തിൽ വിടുതലുണ്ട്. എന്റെ യേശുവിന്റെ നാമത്തിൽ ജയം. There is power in the word of God. എഴുതി വെച്ചത് അതുപോലെ നടത്തുന്നവനുണ്ട്. വചനം അയച്ച് സൗഖ്യമാക്കുന്നവൻ, വചനം അയച്ച് യഥാസ്ഥാനപ്പെടുത്തുന്നവൻ, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, അവന്റെ പേരാണ് യേശു ക്രിസ്തു. I proclaim Christ the Savior. Go to your home with Jesus tonight. Claim the word. Pray, you will get it. Brother, I'm with you. സമൂഹം എന്ത് പറഞ്ഞെന്നുള്ള സാരം കേട്ടോ, അവരെഴുതി തള്ളിയേക്കാം. കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടാകാം അവൻ പോക്ക, പള്ളിക്കാർ ചിരിച്ചിട്ടുണ്ടാകാം. പക്ഷെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ there is victory. I don't care what others say. I only think what God says about it. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും ചിലതിനല്ല. ഇന്ന് മുങ്ങി താഴുന്ന കുടുംബത്തോട് ഞാൻ പറയട്ടെ, എന്റെ ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്തും. എന്റെ കുഞ്ഞുങ്ങളെ, anything, God can restore them. God can bring a good marriage to your daughter and son. God can bring them back, because God is in the supernatural realm. He is almighty, all powerful. Trust him. So will you confess? Will you confront? Will you claim? You know, ഇവിടെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഇതിൽ ഒരു സ്റ്റെപ്പും വിടാൻ പറ്റത്തില്ല. നമ്മൾ ഈ തേർഡ് പാർട്ട് മാത്രം ചെയ്യും കേട്ടോ. സത്യമല്ലേ? നമ്മൾ ക്ലെയിം ചെയ്യുന്നു. യെസ്, നമുക്കത് ഇഷ്ടം. നോ, 10ാം ക്ലാസ്സിൽ വരണമെങ്കിൽ 1ാം ക്ലാസ് പാസ്സാകണം, 2ാം ക്ലാസ്സും പാസ്സാവണം. ഇതിലൊന്നും ചെയ്യാതെ ഒരു വിദ്വാൻ പോയി പറയുക ഞാൻ 10 പാസ്സായി. നോ, കൺഫസ്, ക്ലെയിം, confront, claim. Final point. Why? Next slide, please. God-given anchors in storms of life. ഈ കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ എന്നെയും നിങ്ങളെയും നിർത്തുന്ന ദൈവം തന്നിട്ടുള്ള നങ്കൂരം. കൊടുങ്കാറ്റിൽ നിൽക്കാൻ നങ്കൂരം വേണം കൂടപ്പുറം. വാചകം അടികൊണ്ടൊന്നും കൊടുങ്കാറ്റിൽ നിൽക്കാൻ ആവില്ല. ലോകത്തിന്റെ ഒന്നും നിങ്ങളെ കൊടുങ്കാറ്റിൽ നിർത്തില്ല. ലോകത്തിന്റെ കൊടുങ്കാറ്റ് എടുത്തോണ്ട് പോകും. God given anchors in storms of life. അത് പറഞ്ഞ് അവസാനിപ്പിക്കുക. പൗലോസ് അപ്പോസ്തലൻ നിന്നു. എന്തുകൊണ്ട്? Why Paul could stand? If Paul can stand, anybody who is listening to the word can stand also. God is in the business of angering people. അവൻ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്.
അപ്പൊ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോ ചില സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ദൈവമേ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കരുതുന്നെങ്കിൽ, ഞാൻ ആ കുടുംബത്തിന് വേണ്ടിയായിരുന്നു ഇവിടെ വന്നത്. രോഗത്തിന്റെ മധ്യത്തിൽ കരയുന്ന ഒരു സഹോദരനോ സഹോദരിയോ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, കടഭാരം മൂലം ദുഃഖിക്കുന്ന ഒരു പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എവിടെയാണോ തകർന്നിരിക്കുന്നത്, നിങ്ങളെ നിർത്താൻ തക്കവണ്ണം ശക്തനാണ് എൻ്റെ ദൈവം. ഇത് പൗലോസ് അപ്പോസ്തലന്റെ കഥയല്ല, ഇത് നമ്മുടെ കഥയാണ്. ഒന്ന്, Paul could stand because point number 1, verse number 23 വായിച്ചാട്ടെ. 27-23. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. The presence of God. അവിടെ എന്താ പറഞ്ഞേ? എന്റെ എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞില്ലേ? എന്റെ, ഞാൻ ചോദിച്ചോട്ടെ, യേശു ക്രിസ്തുവുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ടോ? ഇന്ന് രാത്രി പറയാൻ പറ്റുമോ, ബ്രദറെ, എന്റെ യേശു എന്റെ ഉടയവനാ, അവനെ ഞാൻ സേവിക്കുന്നത്, അവനെ ഞാൻ മാനിക്കുന്നത്. The presence of God. ഏത് തീയിൽ കൂടെ പോകാനും നിങ്ങൾക്ക് അവന്റെ സാന്നിധ്യം മതി കേട്ടോ. പ്രായബാലന്മാരോട് ചോദിക്കണം, തീച്ചൂള 7 ഇരട്ടി ചൂടാക്കുമ്പോ കടന്നു വരുന്നവന്റെ പേരാ യേശു. നിന്റെ ജീവിത തീച്ചൂള ഇന്ന് രാത്രിയിലുണ്ടല്ലോ, കൂടെ ഇരിക്കുന്നവർക്ക് അറിയത്തില്ല. വല്ലാത്ത ചൂടിലാ നീ, ധൈര്യത്തോടിരുന്നു. He's with you, He's with you. ഞാൻ ഒരു കാലത്തും നിന്നെ തള്ളി കളയത്തില്ല, ഉപേക്ഷിക്കില്ല. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. രക്ഷിക്കപ്പെട്ടൊരു ദൈവ വൈദ്യനോടൊപ്പം ദൈവ സാന്നിധ്യമുണ്ട്. All you need is the presence of God. ദാനിയേലിനോട് ചോദിക്കണം കേട്ടോ, സിംഹക്കോഴി കൂട്ട് കിടക്കാൻ കൂട്ടുകാരൊന്നും വരത്തില്ല. പണമുള്ളപ്പോ കൂട്ടുകാരുണ്ട് കേട്ടോ, പണമുള്ളപ്പോ ബന്ധുക്കളും ഉണ്ട്. ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോ ആൾക്കാരൊക്കെ കൂടെ ഉണ്ട്. ജോലി റിട്ടയർ ആകുമ്പോ, പ്രതാപങ്ങളൊക്കെ കുറയുമ്പോ, ദുഃഖവും പ്രയാസവും ഒക്കെ വരുമ്പോ, ചില സിംഹങ്ങളൊക്കെ വരുമ്പോ, കൂടെ ഇരിക്കുന്നവന്റെ പേരാ യേശു ക്രിസ്തു. അവന്റെ കരം പിടിച്ച് മാറണം. പ്രസൻസ് ഓഫ് ഗോഡ് ഒരിക്കലും വിട്ടുമാറത്തില്ല. കൂടപ്പിറപ്പെ ഞാൻ ഉറപ്പിക്കട്ടെ, ഒരിക്കലും വിട്ടുമാറത്തില്ല പ്രസൻസ് ഓഫ് ഗോഡ്. 2, ആ മനുഷ്യനെ നിർത്തിയതിന്റെ രണ്ടാമത്തെ കാരണം വാക്യം 24 വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവർത്തനം പോയിന്റ് നമ്പർ 2, കൊടുങ്കാറ്റ് തകരാതെ നിന്നതിന്റെ രണ്ടാമത്തെ രഹസ്യം, the purpose of God in his life. ഏത് വയസ്സുള്ളവരാ എന്നെ കേൾക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. You are not an accident. I said you are not an accident. You have a God-given purpose. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരെ പറ്റിയും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. എന്തുകൊണ്ടാ തീച്ചൂളെ തകരാ നിന്നറിയാമോ അച്ഛൻ ചായ? ദൈവത്തിന് താങ്കളുടെ ജീവിതത്തെ പറ്റി ഒരു ഉപദേശമുണ്ട്. എന്തുകൊണ്ടാ തകരാതെ നിന്നറിയാമോ സഹോദരി? God has a purpose for you. No storm will take you away. ഒരു കൊടുങ്കാറ്റിനും തൊടാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ, ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സൈന്യം എന്റെ നേരെ പളയം ഇറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. I am in the protection of God. I am for Jesus. I have a purpose. Realize you have the purpose of God in your life. എല്ലാവരും പ്രസംഗിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. കുടുംബജീവിതത്തില് ഒരു നല്ല അപ്പനാകാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. കുടുംബജീവിതത്തിൽ ഒരു നല്ല അമ്മയാകാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ജോലി സ്ഥലത്ത് നല്ലൊരു ജോലിക്കാരനാകാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട മർത്തോമാ സഭയിലെ ഒരു നല്ല ദൈവവിശ്വാസിയായി പദ്യ ഉപദേശത്തിൽ കുഞ്ഞുങ്ങളെ വളർത്താൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. സഭയ്ക്ക് വേണ്ടി നിൽപ്പാൻ, ദൈവരാജ്യം പണിയുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. Is all purpose. Life is exciting when you have a purpose. ജീവിതത്തിന് ഒരു ഉദ്ദേശം വരുമ്പോൾ അത് സന്തോഷം, ശരിയല്ലേ? Oh, I know I'm on duty. I'm called for God. Hey, when I come to Houston, I'm not going to party. I'm going for Jesus. That's meaningful. What is your purpose? എന്തുകൊണ്ടാണ് കൺവെൻഷനുകൾ ആൾ വരാത്തതെന്ന് അറിയാമോ? പ്രാർത്ഥിക്കാൻ ആളില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ?
ആരാധന മടുപ്പുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? When your faith life is boring, when you miss the purpose of God, everything else will go down. ഇന്ന് രാത്രിയില് രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, യേശുവിന് ഈ ടെക്സസിൽ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാളില്ല. ചർച്ച് ക്ലോസിംഗ് ബൈ ദിസ്. യേശുവിനെ ദൂതറിയിക്കുക. യേശുവിനെ പുറകിലിരിക്കുന്ന ബ്രദറിനോട് ഞാൻ ദൂത് പറയട്ടെ. യേശുവിന്, എന്റെ യേശുവിന് നിങ്ങൾക്ക് പകരം വെക്കാൻ മറ്റൊരാളില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കുടുംബത്തിൽ ചെയ്യത്തില്ല. ഇന്ന് ഹൃദയം യേശുവിന് തുറന്നു കൊടുക്കണം. അണ്ടർസ്റ്റാൻഡ്, check it out, find it out. God has a purpose for your life. സന്ധ്യയായി ഉഷസുമായി എത്രാമത്തെ ദിവസം? 6-ാം ദിവസം. അത് ലോക്ക് ചെയ്തു. ഇവിടുന്ന് ഉത്തരം ഉറങ്ങാതിരിക്കാൻ മാറ്റമൊന്നുമില്ലേ? ഈ പ്രസംഗം നിർത്തിയിട്ട് ഞാൻ ഉറങ്ങുന്നു. സന്ധ്യയായി ഉഷസുമായി എത്രാമത്തെ ദിവസം? ഇത് രണ്ടുമല്ല, അതുമല്ല. സന്ധ്യയായി ഉഷസുമായി എത്രാമത്തെ ദിവസം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ 365 ഇൻറ്റു അവനവന്റെ വയസ്സ്. ഇങ്ങനെ അങ്ങ് പോകുക. സത്യമല്ലേ? 2013 കഴിഞ്ഞു, 14 കഴിഞ്ഞു. ദൈവം എന്ന് വെച്ചാൽ എന്താ ഇങ്ങനെ നമ്മളെവിടെ എന്താ ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകുന്നത്. ഞാനൊരാൾ എന്നാ കോട്ടയത്ത് ജീവിച്ചാൽ പോരായിരുന്നു. എങ്ങനെ കഴിയുന്നത്? തട്ടിയും മുട്ടിയൊക്കെ ജീവിക്കുക. എന്താ പറയാനാ? ഒരു ഗുണവും ഇല്ല. അമേരിക്കയിലും വന്നിട്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു. That is not a purpose-oriented life. You understand? എന്തുകൊണ്ടാണ് ഇന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതെന്നറിയാമോ? ദൈവത്തോട് ചോദിക്കണം, യേശുവേ, എന്തുകൊണ്ടാണ് ഞാൻ ശ്വാസം മുകളിലോട്ട് എടുത്തത് താഴോട്ട് പോകുന്നത്? എക്സ്പയർഡ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? പേടി. അതൊക്കെ സീരിയസ് ആകട്ടെ. ഇപ്പൊ വിളിക്കാമെന്ന് പറഞ്ഞു ഡോക്ടറെ, പ്രൈമറി വിളിക്കാം. എന്താണെന്നറിയാമോ? ഈ സിമ്പിൾ ആയി മാറണം. യു ഇൻസ്പയർ, പക്ഷെ എക്സ്പയർ. പിന്നെ താഴോട്ടൊന്നും പോയി. അച്ഛാ നല്ലൊരു വലി വലിച്ചു, അതോടെ തീർന്നു. അച്ഛാ പിന്നെ വലിക്കരുത് വിചാരിച്ചാണ് ഈ പഞ്ഞിയെല്ലാം അറിയാം. നല്ല ഭംഗിയായ പഞ്ഞികൾ എവിടെയോ ഇരിപ്പുണ്ട് നമ്മുടെയൊക്കെ മോക്കുകളിൽ. പക്ഷെ അതിനു മുമ്പേ ജീവിതത്തിന്റെ ഉദ്ദേശം ചോദിക്കണം. വെറുതെ ജീവിച്ച് മരിച്ചു പോകുന്നു. ഈ വൈകിട്ട് എന്താ പരിപാടി എന്ന് പറയുന്ന പോലെ അതിലോട്ടൊന്നും പോകുന്നില്ല. വൈകിട്ടത്തെ പരിപാടി ജീവിതത്തെ വളരെ ലാഘവത്തോടെ കണ്ടുകൊണ്ട് it's a fun time. Somebody defines life as a fun time. I want to enjoy. I want to enjoy whatever thing I can enjoy in whatever capacity. അതിലോട്ടൊന്നും പോകുന്നില്ല ഞാൻ. പക്ഷെ അതല്ല ക്രിസ്തീയ ജീവിതം. That's why one day when it's all over you have no clue where you will end up, right? അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനെ പറ്റി പ്രസംഗിക്കുന്നില്ല. ലൂക്കോസ് 16 വായിക്കണം. ഒരു ദിവസം ആശാന്റെ കണ്ണം കടഞ്ഞു പോയി. തുറന്നത് എവിടാ? നരകത്തില്. ഇന്ന് രാത്രിയിൽ ഉറപ്പുണ്ടോ? ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണ്. ഇന്ന് രാത്രി എന്റെ കണ്ണടഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ യേശുവിനെ കാണുമെന്ന്. That is salvation. Have a purpose. God has given you a purpose. Next thing, what kept him on grounded is verse number 23. ബാക്കി വായിച്ചാട്ടെ. മതി, ഭയപ്പെടേണ്ട. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രസക്തമായ ദൂതാണ് ജെനസിസ് ടു റെവലേഷൻ. ഭയപ്പെടേണ്ട. ദൈവം എന്തെങ്കിലും വാഗ്ദത്തം തന്നിട്ടുണ്ടോ? The third point is the promise of God. Paul knew that he won't perish. പൗലോസ് അപ്പോസ്തലന് അറിയാമായിരുന്നു തകരത്തില്ലെന്ന്. എന്താണെന്നറിയാമോ? ദൈവം പറഞ്ഞു, പൗലോസേ ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്റെ കൂടപ്പിറപ്പെ, ദൈവം പറയുന്നു ഭയപ്പെടേണ്ട. You have the three angles tonight: promise of God, presence of God, purpose of God. Be very sure this time. As Achin said, we are closing here. Is there anybody to surrender tonight?
കണ്ണുകൾ അടയ്ക്കാം. Is there anybody who will surrender tonight? Storms will come in life. Storms can come most unexpectedly. Storms can be due to many reasons. Storms can be because of my own sin-filled life. Storms can be due to others. Storms can be because God allows it for my purification and processing. I might be drifting. I can discard. I can lose hope. But tonight, ദൈവത്തിന്റെ വചനം എന്നോട് പറയുന്നു, ഈ കൊടുങ്കാറ്റിന്റെ മധ്യത്തിലും ദൈവ കൃപയാൽ എനിക്ക് നിൽക്കുവാൻ കഴിയും. ഇന്ന് രാത്രിയിൽ എന്നെ കേട്ട കൂടപ്പുറപ്പേ, കുടുംബമേ, സഹോദര സഹോദരി, യങ് മാൻ, യങ് വുമൺ, whatever is your storm, God will make you stand. Give that to the Lord. Can you confess that right now even as we pray? ദൈവത്തോട് പറ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റുണ്ട്. Can you confess that? Can you confront that? Maybe an addiction, maybe a sin. But tell him, God, I don't want to excuse. കർത്താവേ, ഇന്ന് ഞാൻ ആ പാപം ഏറ്റുപറയുന്നു. ദൈവമേ, നിന്റെ മുഖത്തേക്ക് ഇന്ന് രാത്രി ഞാൻ നോക്കുന്നു. And claim a promise of God tonight. എവിടെയാണോ തകർന്നു കിടക്കുന്നത്, എവിടെയാണോ കണ്ണുനീരിന്റെ അനുഭവത്തില് ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, അവന്റെ വചനമയച്ച് സൗഖ്യമാക്കുന്നവൻ. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, ഏലിയാവ് ദൈവ വചനപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ, when he prayed relying on the word of God, വചനം തുറന്നു വെച്ച് പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തില് കർത്താവേ, നീ ഉയർത്തെഴുന്നേറ്റപ്പോൾ ക്രൂശിൽ എന്റെ പാപത്തിന് വേണ്ടി മാത്രമല്ലല്ലോ, സകല രോഗങ്ങൾക്കും നീ മരിച്ചെങ്കിൽ കാൽവറിയിലെ സൗഖ്യം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. രാത്രി കർത്താവ് ചില രോഗികളെ തൊടുന്ന സമയമാണ്. ആണിപ്പിടുത്തുള്ള കരം എന്റെ കർത്താവ് ചിലരുടെ മേൽ വെച്ചോണ്ടിരിക്കുന്ന സമയമാണ്. A healing power is flowing right now. A healing power is flowing right now. ആണിപ്പിടുത്തുള്ളവൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. A healing power is flowing right now. Holy Spirit is moving. ഇന്ന് രാത്രിയിൽ ഇവിടെ സൗഖ്യം നടക്കുക. ഇന്ന് രാത്രിയിൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തില് സൗഖ്യമാവട്ടെ. പിതാവേ, ഇന്ന് രാത്രിയിൽ ജനത്തിന്റെ മധ്യത്തിലേക്ക് നീ സൗഖ്യത്തെ അയച്ചതിനായി സ്തോത്രം. ഇന്ന് രാത്രിയില് claim the presence of God. ഭയം നിന്നെ കീഴടക്കുമ്പോൾ, ലോകക്കാർ നിന്നെ എഴുതി തള്ളുമ്പോൾ, മെഡിക്കൽ റിപ്പോർട്ട് നിനക്ക് വിടുതലില്ലെന്ന് പറയുമ്പോൾ, നിന്റെ മനസ്സ് തന്നെ നിന്നോട് പറയുമ്പോൾ, നിന്റെ കൂടെയുള്ള യേശുവിന്റെ മുഖത്തേക്ക് നോക്കണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഇന്ന് രാത്രി നിന്നെ ലജ്ജിക്കുവാൻ അനുവദിക്കാത്തവൻ വന്നിട്ടുണ്ട്. Tonight, look to his face. യേശുവിന്റെ മുഖത്തേക്ക് എല്ലാവരും, യേശുവിന്റെ മുഖത്തേക്ക്, യേശുവിന്റെ മുഖത്തേക്ക്, ഉയർത്തെഴുന്നേറ്റ രാജാവിന്റെ രാജാവിന്റെ മുഖത്തേക്ക്, സകല ഭാരവും ചുമക്കാമെന്ന് പറഞ്ഞവന്റെ മുഖത്തേക്ക്. The presence of God. There is a godly purpose for you. നിന്നെപ്പറ്റി എന്റെ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട് കൂടപ്പുറപ്പേ. ഇതുവരെ ജീവിച്ചതുപോലല്ല ഇനിയും ജീവിക്കാൻ പോകുന്നത്. എന്റെ ദൈവം നിന്റെ പേര് അവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നിന്റെ സ്ഥാനത്ത് മറ്റൊരാൾ ഇല്ല എന്റെ ദൈവത്തിന് വേണ്ടി. God has a purpose for you. God has a purpose for you in your family life. God has a purpose for you in your academic life. God has a purpose for you in your jobs. God has a purpose for you in his service. ദൈവം നിന്നെ കണ്ട് പേർ ചൊല്ലി വിളിച്ച രാത്രിയാ. ഇന്ന് രാത്രിയില് there is the purpose of God for you. ഇന്ന് രാത്രി ദൈവം ചിലരെ യഥാസ്ഥാനപ്പെടുത്തുക. ഇന്ന് രാത്രിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഉണർവ് ദൈവം അയക്കുക.
രാത്രി ദൈവം സഭയെ യഥാസ്ഥാനപ്പെടുത്തിയ 2014 കൺവെൻഷന്റെ രണ്ടാമത്തെ രാത്രിയിൽ എന്റെ കർത്താവിന്റെ ശക്തമായ സാന്നിധ്യം ഞാൻ അറിയുന്നു. എന്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ രാജാവ് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയില് there is the promise of God. അവന്റെ വാഗ്ദത്ത പ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ സത്യേറിയ ദൈവത്തിന്റെ വചനം നിനക്കായി പ്രവർത്തിക്കും. ഇന്ന് രാത്രിയില് സമർപ്പിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം ദൈവപിതാവെ അങ്ങേ ആരാധിക്കുന്നു എന്ന പാട്ട് പാടാൻ പോവുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. 10-15 മിനിറ്റ് കൂടുതൽ എടുത്തെന്ന് അതൊരു വെറുതെ അല്ലെന്ന് ഓർത്തുകൊണ്ട് ഇന്ന് രാത്രി സമർപ്പിച്ചുകൊണ്ട് മടങ്ങിപ്പോകാം. എല്ലാത്തിനും ഏക ഉത്തരം യേശു. യേശുവിന് മാറ്റാൻ കഴിയാത്തതായി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രിയിൽ ഒന്നുമില്ല. എന്റെ ദൈവം നിങ്ങളെ തൊടും. എന്റെ ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. എന്റെ ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും. നിങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കും. അവൻ കണ്ണുനീർ തുടയ്ക്കും. ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് പാപങ്ങൾ ഏറ്റു പറയണം. ഇന്ന് മദ്യപാനം വിടണം. ഇന്ന് വിശുദ്ധ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. ഇന്ന് മുതൽ പ്രാർത്ഥന തുടങ്ങണം. യേശുവിന് വേണ്ടി ജീവിക്കുന്ന സമർപ്പിക്കപ്പെട്ട രാത്രി. ദൈവപിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു എന്ന ഗാനം പാടുമ്പോൾ വേറെ പാടി സഹായിക്കണം. നിങ്ങൾ നേരത്തെ പാടിയിട്ടില്ലെങ്കിലും പരിചിതമായ പാട്ട സമർപ്പിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും ഈ സമർപ്പണം വെറുതെ അല്ല. കുടുംബമായി സമർപ്പിച്ചാൽ, വ്യക്തികളായി സമർപ്പിച്ചാൽ സ്വർഗം ഇത് കണ്ടോണ്ടിരിക്കുക. എന്റെ ദൈവം ഇത് കണ്ടോണ്ടിരിക്കുക. ഇന്ന് നിങ്ങൾ എഴുന്നേൽക്കുന്നത് മനുഷ്യന്റെ മുന്നിലല്ല. ഇന്ന് നിങ്ങൾ എഴുന്നേൽക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ മുന്നിലാണ്. അവന് നിന്റെ കണ്ണുനീരിനെ മാറ്റാൻ കഴിയും. നിന്റെ വേദനയുടെ ഭാഗത്ത് വിടുതലയ്ക്കുവാൻ കഴിയും. ഇന്ന് അവന്റെ സൗഖ്യം നിന്നെ തൊടും. ഇതുവരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ മർത്തോമാ സഭയിൽ തന്നെ തുടർന്നുകൊണ്ട് യേശുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചാട്ടെ. സാരമില്ല കൂടപ്പുറപ്പേ, യേശു നിന്നെ സ്നേഹിക്കുന്നു. പിശാച് പറഞ്ഞു ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന്. കളവാണ്. യേശു നിനക്ക് വേണ്ടിയാ മരിച്ചത്. നീ ഒന്നും ചെയ്യണ്ട. അവനെ ഒന്ന് വിളിച്ച് അപേക്ഷിച്ചാ മതി. അവനോട് പറ, യേശുവേ നിന്നെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നു. നമ്മുടെ രോഗങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ വേദനകളെ സമർപ്പിക്കാം. ചേർന്ന് പാടാം. ദൈവപിതാ